എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് രണ്ടാമതൊരു കുഞ്ഞു വേണം, മൂന്നാമതൊരു കുഞ്ഞു വേണം. ചേച്ചി മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, ആരും എതിരല്ലായിരുന്നു, ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ MDMA ആയിരുന്നു ഗൈസ്. അതായത് നല്ല ഒന്നാന്തരം കഞ്ചാവിനേക്കാളും വലുതാണല്ലോ ഈ MDMA. ഐ ആം ഗെറ്റിംഗ് ഇമോഷണൽ ഗൈസ്. പക്ഷേ ആ പറഞ്ഞവരോടൊക്കെ എനിക്കിപ്പം നന്ദി മാത്രമേ ഉള്ളൂ. കുറെ പേർക്ക് ലവ് സ്റ്റോറി അറിയാൻ എന്താ ഇത്ര ആഗ്രഹമെന്ന് എനിക്കറിയത്തില്ല. ചെറുതാക്കി പറഞ്ഞുതരാം. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് Q&A വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളാൻ പറഞ്ഞേ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നായിരുന്നു കേട്ടോ. കുറെ നാൾ മുമ്പ് ഞാൻ Q&A വീഡിയോ ചെയ്താണ്, 1-2 ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തൊക്കെ വന്ന ക്വസ്റ്റ്യൻസിനേക്കാളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം വന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് 11 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. 1 മില്യൺ ആയിട്ട് ജസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ 11 ലക്ഷം ആയിട്ടുണ്ട്. ഞാൻ 2-3 ദിവസമായി ഈ Q&A വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുടങ്ങി പോവായിരുന്നു. ഇന്നതേ ഇപ്പോൾ വൈകുന്നേരം സമയമാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനോ എന്തെങ്കിലും ചെയ്യാനൊക്കെ തീരുമാനിച്ചുണ്ടല്ലോ, അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങോട്ട് ചെയ്തേക്കുക, സമയം നോക്കി നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അലമാരിയുടെ മുമ്പിൽ നിന്ന് ഒരു പാൻറ് അലമാരിയുടെ മുമ്പിൽ നിന്ന് എന്തുകൊണ്ട് എടുത്തുകൂടാ. ഞാനപ്പോൾ സ്റ്റാൻഡും ഫോണും കൂടി കട്ടിലിൽ ബെഡിൽ വെച്ചിട്ട് അലമാരിയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, ഒട്ടും താമസിപ്പിക്കണ്ട. കുഞ്ഞപ്പൻ എന്തേ ചേച്ചിയെന്ന് ചോദിക്കരുത്. കുഞ്ഞപ്പനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൻ കുറേ വർത്താനം അതിൻ്റെ ഇടയിൽ പറയും, പിന്നെ ഞാൻ കുറേ എഡിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണേ കുഞ്ഞപ്പനെ നോക്കട്ടെ, ഈ വീഡിയോയുടെ എവിടെയെങ്കിലും കുഞ്ഞപ്പനെ കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി കുഞ്ഞപ്പൻ ഇവിടെ ഇല്ല ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞപ്പനും അച്ഛനും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. ചേച്ചിയുടെയും കുഞ്ഞപ്പൻ്റെയും അച്ചായിയുടെയൊക്കെ റിയൽ നെയിം എന്താണ്? ഇപ്പോഴും നമ്മുടെ റിയൽ നെയിം അറിയാൻ മേലാത്തവരുണ്ട്. എൻ്റെ പേര് അൻസ എന്നാണ്. അൻസ മോളെന്നാണ് ഫുൾ നെയിം. എനിക്ക് മോളെന്ന് പറയുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അൻസ എന്ന് മാത്രമേ പറയുള്ളൂ. ശരിക്കും അൻസ മോൾ ജെ ഫോർ ജുനൈദ്. എൻ്റെ വാപ്പിയുടെ പേര് ജുനൈദ് എന്നാണ്. അപ്പോൾ കുഞ്ഞപ്പൻ്റെ റിയൽ നെയിം അഹാൻ എന്നാണ്. അഹാൻ K ഫോർ കൃഷ്ണ നിവാസ് വീട്ടുപേര്, A ഫോർ അഖിൽ കൃഷ്ണൻ അവൻ്റെ അച്ഛൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ്റെ പേര്, കുഞ്ഞപ്പൻ്റെ അച്ഛൻ്റെ പേര് അഖിൽ കൃഷ്ണൻ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സംശയം ഉണ്ടെന്ന് എനിക്കറിയാം. ഇതിന് മുമ്പുള്ള Q&A വീഡിയോയിൽ ഞാൻ അതിന് കുറച്ചൊക്കെ ആൻസേഴ്സ് പറഞ്ഞാണ്. ഇന്ന് നോക്കട്ടെ, മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. പിന്നെ റിയൽ നെയിം കഴിഞ്ഞിട്ട് വീട് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ തുറവൂരാണ് നമ്മുടെ വീട്. എൻ്റെ സ്വന്തം വീട് തുറവൂരാണ്. ഇപ്പം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ഇത് വല്യത്തോടെന്ന് പറയും. അതായത് തുറവൂരിൽ നിന്ന് കുറച്ചുകൂടി ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പൊ അതൊക്കെ സെറ്റായല്ല. അപ്പൊ വീട് സ്ഥലം ചെയ്തെന്താ വീട് സ്ഥല സാധനവും അതല്ല, അയ്യോ എന്താ പറയാൻ വന്നത്, പേര് പറഞ്ഞ് സ്ഥലം പറഞ്ഞ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മയും വാപ്പിയും അനിയനുമാണ് ഉള്ളത്. ചേട്ടൻ്റെ വീട്ടിൽ ഇവിടെ എൻ്റെ വീട്ടിൽ 3 പേരെ ഉള്ളെങ്കിൽ ഇവിടെ 6 പേരുണ്ട് ഗെയ്സ്. ഞാനും കുഞ്ഞപ്പനും എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇവിടെ ചേട്ടനും ചേട്ടൻ്റെ അനിയനും അച്ഛനും അമ്മയും, അവർ 4 പേര്, അച്ഛനും അമ്മയും മക്കളും. പിന്നീടാണ് ഞാൻ വന്നത്, എൻ്റെ പുറകെ കുഞ്ഞപ്പനും വന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ 6 പേരുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ഓക്കെ അല്ല. ഇനി ഞങ്ങളുടെ 2 പേരുടെ അച്ഛന്മാരുടെ ജോലി എന്താണെന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പി ഡ്രൈവറാണ്, ചേട്ടൻ്റെ അച്ഛൻ പെയിന്ററാണ്, പെയിന്ററും ഡ്രൈവറുമാണ്. ചേച്ചിക്ക് എന്തെങ്കിലും അംബീഷൻ ഉണ്ടോന്നോ? ഉണ്ട്, വലിയൊരു അംബീഷൻ ഉണ്ട്. അതായത് അത് ഞാൻ പറയണ്ട എന്നാണ് വിചാരിച്ചത്, കാരണം നടന്നിട്ട് പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷേ നടന്നിട്ട് പറഞ്ഞാൽ മതിയാത്, എന്നാൽ അത് നടന്നിട്ട് പറയാം. അതൊരു വലിയ അംബീഷനാണ്. അത് എല്ലാ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. അത് തന്നെ എനിക്കുണ്ട് ആഗ്രഹം സാധിച്ചിട്ട് പറയാം കേട്ടോ. എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നതിന് സപ്പോർട്ടായിരുന്നു എന്ന്. എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നതിന് ആരും എതിരല്ലായിരുന്നു, ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ചേട്ടാ, ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്താ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടനെ കുഴപ്പമൊന്നുമില്ല, നീ തുടങ്ങിക്കോ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വീട്ടിലുള്ളവരൊന്നും പിന്നെ നീ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട, യൂട്യൂബ് അയ്യോ അതൊക്കെ മോശമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണത്, എല്ലാവരും നമ്മളെ കാണത്തില്ലേ, നമ്മുടെ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എന്താന്ന്? യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയണത്, പല യൂട്യൂബേഴ്സിനെയും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ്. ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒക്കെ കണ്ട് അയ്യോ നമുക്ക് ഇതുപോലെ തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് എല്ലാവരും ഒരുപോലെ തന്നെ. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരുന്നു. നീ ചെയ്തോ, തുടങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി തന്നെയായിരുന്നു എല്ലാവർക്കും. പിന്നെ ശരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് അതിനുള്ള എന്താ പറയുക റിസൾട്ട് ഉണ്ടായി, നല്ലോണം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വന്ന് റീച്ചായി. ഇപ്പം ചേട്ടനെ പുറത്തു പോകുമ്പോഴാണെങ്കിലും കുഞ്ഞപ്പൻ്റെ അച്ഛനല്ലേ, ആദ്യമൊന്നും ചേട്ടൻ വീഡിയോസിലൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു
1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബർ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ പിന്നെയാന്ന് തോന്നുന്നു ചേട്ടൻ വീഡിയോയിൽ ഫേസ് കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ എല്ലാവരും പുറകിൽ നിന്ന് സപ്പോർട്ടാണ് ഗെയ്സ്, അല്ലാണ്ട് ആരും വീഡിയോയിൽ വരില്ലായിരുന്നു. ഇപ്പൊ ചേട്ടനും വീഡിയോയിൽ വരുന്നുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് മിസ്റ്റർ മച്ചു ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലെ വിതിൻ ചേട്ടൻ. അതായത് ആക്സിഡന്റലി യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കാണുന്നു. ആ വീഡിയോയുടെ അടിയിൽ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നു. ആ സമയത്ത് നമുക്കൊന്നും അറിയില്ലല്ലോ യൂട്യൂബിനെ കുറിച്ച്. ഇപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസം ചെല്ലുന്നോറും നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ച് വരുമല്ലേ. അപ്പോൾ ഞാൻ ചേട്ടനോടൊരു ഡൗട്ട് ചോദിച്ചപ്പോൾ നമ്പർ തന്നിട്ട് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ ചേട്ടന് മെസ്സേജ് അയച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അങ്ങോട്ട് ഇപ്പോഴും എല്ലാ കാര്യത്തിനും ചേട്ടനോട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട്. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം പുള്ളിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണല്ലോ. പുള്ളി കുറേ നാളായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെയും ചേച്ചിയുടെയും വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നാണ്. ഞാൻ BSc കെമിസ്ട്രി ആണ് പഠിച്ചത്. ചേർത്തലയിൽ പള്ളിപ്പുറം കോളേജിലാണ് പഠിച്ചത്. NSS ചേർത്തലയിൽ പള്ളിപ്പുറത്ത് NSS കോളേജിലാണ് പഠിച്ചത്. ചേട്ടൻ പഠിച്ചത് ITI ആണ് ചേട്ടൻ പഠിച്ചത്. കുഞ്ഞപ്പൻ ഇപ്പൊ UKG ആകാൻ പോകുന്നു. അവന് 5 വയസ്സുണ്ട്. കാരണം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏജ് പറയാനാണ് കേട്ടോ. അപ്പൊ കുഞ്ഞപ്പന് 5 വയസ്സ്, എനിക്ക് 26 വയസ്സാണ്. ചേട്ടന് എന്നെക്കാളും 4 വയസ്സ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചേട്ടന്റെ വയസ്സ് ഊഹിച്ചെടുത്തോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം പറയും. ന്യൂ ഹൗസ് പ്ലാൻ എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ. ആരാണ്? രവീന്ദ്രൻ ആരാണെന്ന് അറിയില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വീട് വേണമെന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വീട് വേണമെന്നുള്ളത്. പക്ഷെ നമുക്ക് സ്ഥലമില്ല. അപ്പം നമ്മൾ ഇനി ആദ്യം സ്ഥലം മേടിക്കണം, എന്നിട്ട് വേണം വീടൊക്കെ വെക്കാൻ. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് എന്താ പറയുക, ജോയിന്റ് ഫാമിലിയാണ്. എല്ലാവരും ഉണ്ട്. അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ, ഞാൻ, കുഞ്ഞപ്പൻ, ഞങ്ങൾ 6 പേരും കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. നല്ല രീതിയിൽ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ സാധനങ്ങളും എല്ലാം കാര്യങ്ങളും കൂടി വരികയാണ്. അപ്പം ഇതൊന്നും കൊണ്ട് വെക്കാനും സ്ഥലമില്ല, എല്ലാത്തിനും ഇതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീട് വെച്ച് മാറണം എന്നാണ് ആഗ്രഹം. അറിയില്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ അങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അതുകൊണ്ട് നടക്കുന്ന പോലെ നടക്കട്ടെ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി നല്ലോണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴെങ്കിലും നടക്കും. എത്രയും വേഗം നടക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നാണ്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് കളർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം ഇപ്പോൾ ഫുഡിലാണെങ്കിലും കുറച്ച് ചില ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഫുഡിലൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡില്ല കേട്ടോ. ഒരുമാതിരി എല്ലാ ഫുഡും എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാം കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇഷ്ടമില്ലാത്തൊന്നുമില്ല. ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണ്, ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും ഗൈസ്. കാരണം നമുക്ക് ചില ഫ്രൂട്ട്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില കളറുകൾ ഒരെണ്ണമായിട്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതെന്താണെന്ന് അറിയാൻ മേല. അടുത്തത് സെക്കൻഡ് ബേബി പ്ലാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബേബി പ്ലാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. 2ാമതൊരു കുഞ്ഞ് വേണം, 3ാമതൊരു കുഞ്ഞ് വേണം, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പം നമ്മുടെ കുറേ കാര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അതിനു വേണ്ടിയൊക്കെ തയ്യാറാവാൻ. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കിവിടെ നല്ല രീതിയിൽ സ്ഥലപരിമിതി ഉണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു പുതിയ കുഞ്ഞും കൂടി വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് സെറ്റാക്കി വെച്ചിട്ട്, ചിലവർ പറയും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അതൊക്കെ ഒരു സമയത്ത് അങ്ങനെ നടക്കും. അത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഗൈസ് ആ ഒരു കാര്യത്തിൽ. സത്യം പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും ഗൈസ്. ഇപ്പം എന്താണെങ്കിലും നമ്മൾ സെക്കൻഡ് ബേബിനെ പറ്റി ചിന്തിക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ വരുമാനം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 11,000 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 10,000 അല്ല, ഇച്ചിരി കൂടി ഉണ്ടായിരുന്നു. 11,000 സംതിങ് എന്തോ ആണെന്നാണ് തോന്നണത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം പിടിച്ച ദിവസം, ശലഭയാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം പിടിച്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞപ്പൻ ഉണ്ടായത് തന്നെയാണ്. ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് വെച്ചാൽ കുഞ്ഞപ്പനെ കണ്ടപ്പോൾ. അത്രയും നേരത്തെ ആ പ്രസവ വേദനയും ടെൻഷനും, എൻ്റെ പൊന്നെ, ആ ഒരു ഇത് അറിയാലോ എല്ലാവർക്കും. ആ അമ്മമാരുടെ അപ്പോഴത്തെ ഒരു അവസ്ഥ, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ളൊരു സമയമാണ് ഗെയ്സ് ഈ പ്രസവ വേദനയും പ്രസവിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. കുഞ്ഞപ്പനെ കണ്ട ആ ഒരു മൊമെൻ്റ് ആണ് ഏറ്റവും സന്തോഷം ഉണ്ടായത്. പിന്നെ ഇവൻ ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങിയത്, ഇവൻ ആദ്യമായിട്ട് കമന്ന് വീണത്, കുഞ്ഞപ്പൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ളത്. അതങ്ങനെയായിരിക്കും എല്ലാ അച്ഛനമ്മമാർക്കും നമ്മുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും ഏറ്റവും സന്തോഷം. ആരാവണം എന്നായിരുന്നു നിങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് എപ്പോഴും പോലീസ് ആവണം, IPS ആവണം എന്ന് പറഞ്ഞു നടക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, പണ്ട് നമ്മുടെ ഓട്ടോഗ്രാഫ് ബുക്ക് എഴുതത്തില്ലേ, അതിൻ്റെ അകത്ത് ഞാൻ IPS അത് തന്നെ എഴുതി വെക്കുമായിരുന്നു.
അവൻ ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം എന്നെ അത് കാണിച്ചു തന്നെ എന്നെ തളർത്തി ഗൈസ്. എടി നീ പണ്ട് അവൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ ബുക്ക് എന്ന് തോന്നുന്നു. അവൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്നെ കാണിച്ചു തന്നിട്ട് എന്നെ തളർത്തി. അപ്പൊ എന്റെ ആഗ്രഹം അതായിരുന്നു. ചേട്ടന്റെ ആഗ്രഹം എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്. പണ്ട് തൊട്ടേ പറയും സ്റ്റുഡിയോ ഇടണം, സ്റ്റുഡിയോ, അതൊക്കെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചേച്ചിയുടെയും ചേട്ടന്റെയും വയസ്സ് അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ചേച്ചിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജോലിക്ക് പോകണമെന്ന്. പക്ഷേ കുഞ്ഞപ്പനെ നോക്കാൻ ആരും ഇല്ലാത്ത കാരണം ഇവിടെ ചേട്ടൻ്റെ അമ്മ ജോലിക്ക് പോകും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ജോലിക്ക് പോകും, ഞാനും കുഞ്ഞപ്പനേ ഉള്ളൂ. ഇവനാണെങ്കിൽ ചെറുതാണ്. ഈ ചെറിയ കുഞ്ഞുങ്ങളെ ഇട്ട് നമ്മളെ വീട്ടിൽ ആക്കിയിട്ട് നമ്മൾ എങ്ങനെ അമ്മമാർ സമാധാനത്തിൽ ജോലിക്ക് പോകും? അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ജോലിക്ക് പോകണം, 10 പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നടന്നില്ല. അപ്പോഴാണ് പിന്നെ പയ്യെ ഞാൻ വീട്ടിലിരുന്ന് റീസെയിലിങ്ങും മറ്റേ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും റീസെയിലിംഗ് ഒക്കെ തുടങ്ങി. അതിൽ നിന്നൊക്കെ കുറച്ച് പൈസ കിട്ടും. അതൊന്നും ഞാൻ എൻ്റെ കാര്യത്തിന് എടുക്കൂല, ഞാൻ കൂട്ടിയൊക്കെ വെക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതും വെച്ചുകൊണ്ട് പോയാൽ നമുക്കൊരു ഇതുണ്ടാവൂല എന്ന് വിചാരിച്ചപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ കുഞ്ഞപ്പനെ ഗർഭിണിയായിരുന്നപ്പോൾ തുടങ്ങിയിട്ടതാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞപ്പൻ ജനിച്ചു കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ പിന്നെയും പറയുന്നത്. വീഡിയോ ഇടാൻ തുടങ്ങി. നല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട്. ചേട്ടൻ ജോലിക്ക് പോകും. അപ്പോൾ ചേട്ടന് ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ. ചേട്ടൻ ഞായറാഴ്ച വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ചേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും. ഞാൻ തന്നെ പല ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ച് വീഡിയോ എടുക്കും. കോസ്റ്റ്യൂം പോയി മാറണം, വേറെ കോസ്റ്റ്യൂം ഇടണം, വേറെ മേക്കപ്പ് ഇടണം, സ്ക്രിപ്റ്റ്, ഡയലോഗ്. എൻ്റെ പൊന്നി നല്ല പാടുള്ള പരിപാടിയാണ് കേട്ടോ ഈ സ്ക്രിപ്റ്റ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോഴും സ്ക്രിപ്റ്റ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ നല്ല പാടുള്ള പരിപാടിയാണത്. അപ്പോൾ ചേട്ടൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു തരുമായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ടും ആരും കാണുന്നുമില്ല, അധികം വ്യൂസും ഇല്ല. കഷ്ടപ്പാടിനൊരു റിസൾട്ട് കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ പണി അവിടെ നിർത്തി. പിന്നെ കുറച്ച് നാൾ ഞാൻ വേറെ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടല്ല. നമുക്ക് മടുത്തു പോകും, ആരും കാണില്ല, ഇത്രയും കഷ്ടപ്പെടുക, അങ്ങനത്തെ ഒരു മൈൻഡായി പോകും. പിന്നെയും വേറെ ജോലിക്ക് പോകാൻ പറ്റുള്ള ദൈവമേ, കൊച്ചിനെ ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് യൂട്യൂബിലേക്ക് തന്നെ വരും. പിന്നെയും ഡ്രസ്സ് മേടിച്ച് അങ്ങനെ ഓരോന്നൊക്കെ റിവ്യൂ ഇടല്, അത് ചെയ്യല്, ഇത് ചെയ്യല്, പബ്ലിക് റിയാക്ഷൻ വീഡിയോ എടുക്കാൻ ഓരോ സ്ഥലത്തൊക്കെ പോകല്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ കുഞ്ഞപ്പനെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ചേട്ടനെ ലീവുള്ള ദിവസം എൻ്റെ അനിയനെയും വിളിച്ചോണ്ട് ചേർത്തലയിലും മറൈൻ ഡ്രൈവിലും അവിടെയൊക്കെ പോയി പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ട് എല്ലാവരെയും കൊണ്ട് മറുപടി പറയിക്കുന്ന പരിപാടി. എനിക്ക് എങ്ങനെയെങ്കിലും ഈ യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ആണോ, ഒന്ന് സെറ്റ് ആവണോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ്, അതിനുള്ള റിസൾട്ട് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കുറെ പരിപാടി നോക്കിയിട്ട് ഒന്നും ഇതായില്ല. അപ്പൊ എന്താ, ഞാൻ പിന്നെയും മടുത്തിട്ടിട്ട് പോകും, പിന്നെയും വരും. ഒരു 2-3 പ്രാവശ്യം ഞാൻ മടുത്തിട്ടിട്ട് പോയതാണ് ഈ യൂട്യൂബ് ചാനൽ. പിന്നെയും എന്നെ കറക്കി തിരിച്ച് വിധി ഇവിടെ കിടക്കുന്നു, അതുകൊണ്ടായിരിക്കാം പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇതിൽ. അതിൻ്റെ ഇടയിൽ ഞാൻ PSC ഒക്കെ പഠിക്കാൻ നോക്കി കേട്ടോ. എൻ്റെ പൊന്നെ, PSC കുഞ്ഞപ്പനെയും വെച്ചിട്ട് PSC പഠിക്കാൻ നോക്കിയിട്ടൊന്നും 3 എക്സാം എഴുതിയിട്ടൊന്നും എനിക്ക് മനസ്സിലായി പണ്ട് അങ്ങനെയൊന്നുമല്ല. പണ്ടൊക്കെ കുറച്ചിരുന്ന് പഠിച്ചാൽ തന്നെ PSC സുഖമായിട്ട് കിട്ടും പണ്ട്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ പൊന്നെ ഇത്രയും കോമ്പറ്റീഷനുള്ള ഫീൽഡ് വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ PSC. അതുകൊണ്ടാണല്ലോ അതിന് മത്സര പരീക്ഷ എന്ന് പറയുന്നത്. അത്രയും ടൈറ്റാണ്. എനിക്കറിയാവുന്ന ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അയ്യോ, നമ്മളൊക്കെ പഠിക്കണേനേക്കാൾ ഒരു 10 ഇരട്ടിയാണ് അവരിരുന്ന് പഠിക്കണത്. എന്നിട്ട് പോലും അവർക്ക് കിട്ടുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി, ദൈവമേ നമുക്ക് അത് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. പഠിച്ച് ജോലി മേടിക്കണ കുറേ പേരുണ്ട് അല്ലേ, ഒരുപാട് പേരുടെ മോട്ടിവേഷൻ ഒക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. പക്ഷെ കൂടുതലും നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലെ വർത്താനം പറയാനാണ് ഗൈസ്. അപ്പം ഞാൻ അതിനെ തന്നെ ഒരു ജോലിയാക്കി മാറ്റി. യൂട്യൂബ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. യൂട്യൂബ് നമുക്ക് വരുമാനം കിട്ടാനും എല്ലാത്തിനും നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ പോകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ചേച്ചി മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ? ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമാണ് സത്യം പറഞ്ഞാൽ എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ. വേറെ ഒന്നുമല്ല, കൂടുതലും പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ ചോദിക്കുന്നത്. അതായത് വലിയ ആൾക്കാരൊന്നും അല്ല, ചെറിയ പിള്ളേരാണെന്ന് തോന്നുന്നു എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മുടെ ചെറിയ മക്കളുടെ മനസ്സിൽ വരെയും ഈ ജാതിയും മതവും അത്രയധികം ഇൻബിൽട്ടായി പോയല്ലോ എന്നോർത്താണ് എൻ്റെ സങ്കടം. എൻ്റെ ആ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ജാതി മതമൊന്നും ഇല്ലാത്ത എല്ലാവരും മനുഷ്യൻ ഒരുപോലെ ഇരിക്കണം. പക്ഷെ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താ പറയുക, ഈ ജാതി ചോദിക്കാത്തൊരു സമൂഹം, അത് ആരുടെയും തമ്മിൽ ജാതി ചോദിക്കാത്തൊരു സമൂഹം, അതായിരുന്നു എൻ്റെ ആ സ്വപ്നം. ഞാൻ സ്വപ്നപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദ്യത്തിന് എന്നാലും ഞാൻ റിപ്ലൈ തരാം. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്നത് തന്നെയാണ്. പിന്നെന്താ, ചേട്ടൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്നത് തന്നെയാണ്. ഞങ്ങൾ ലവ് മാരേജ് ആണ്. സ്കൂളിൽ ലവ് സ്റ്റോറി പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം.
ഞാൻ ലവ് സ്റ്റോറി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞാണ്. അതും ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പറയത്തൊന്നുമില്ല. കുറേ പേർക്ക് ലവ് സ്റ്റോറി അറിയാൻ എന്താ ഇത്ര ആഗ്രഹമെന്ന് എനിക്കറിയത്തില്ല. ചെറുതാക്കി പറഞ്ഞുതരാം. ചേട്ടൻ 8ാം ക്ലാസ് വരെ പഠിച്ചത് SNGM സ്കൂളിലാണ്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് തുറവൂർ TWPS സ്കൂളിലാണ്. ഞാൻ 8ാം ക്ലാസ് ആയപ്പോൾ തുറവൂർ TD സ്കൂളിലേക്ക്, TDHSS ഹൈസ്കൂളാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലായപ്പോൾ TD സ്കൂളിലേക്ക് ആദ്യമായി ചെല്ലുന്നു. അതേ വർഷം തന്നെ ചേട്ടൻ 10ാം ക്ലാസ്സിലേക്ക് വേണ്ടി TD സ്കൂളിലേക്ക് വരുന്നു. ചേട്ടൻ 8 വരെ SNGM പഠിച്ചു. 9ാം ക്ലാസ് മാത്രം ചേട്ടൻ ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ പോയി പഠിച്ചു. ഇവിടെ ചേട്ടൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നാണ് പഠിച്ചത് ആലപ്പുഴയിൽ. അവിടെ 9ാം ക്ലാസ് അവിടെ ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ പഠിച്ചു. ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടൻ ഇവിടെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നു, വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നു. എന്നിട്ട് 10ാം ക്ലാസ് ആയപ്പോൾ TD സ്കൂളിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഞാനും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് TD സ്കൂളിൽ അഡ്മിഷൻ. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പം എന്തുവാ, ഇന്നത്തെ കാലത്തെ പ്രണയം പോലെയൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഞാനല്ല ഞാനെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നാണം കുടുങ്ങിയും ഏറ്റവും കൂടുതൽ പേടിയുമായിരുന്നു എനിക്ക്. അതായത് ഈ കാര്യത്തിൽ, ഈ പ്രേമത്തിന്റെ വിഷയത്തിൽ മാത്രം. അല്ലാണ്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. ഇതിൽ കോമഡി എന്താന്ന് വെച്ചാൽ ചേട്ടൻ ആ 10ാം ക്ലാസ്, അതായത് ഒരു വർഷം മാത്രമേ എൻ്റെ ആ TD സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അവിടെ നിന്നും പോയി. ചേട്ടൻ IT പഠിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ 8, 9, 10, +1, +2 ഒക്കെ എൻ്റെ TD സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ചേട്ടൻ ആ 10ാം ക്ലാസ് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ചേട്ടൻ അന്ന് ആ 10ാം ക്ലാസ് ആ സ്കൂളിൽ വന്ന് ചേർന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എവിടെ ഇരുന്നേനെ? ഞാൻ വേറെ എവിടെയെങ്കിലും നിൽക്കേണ്ട, ഞാനാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് ഗൈസ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ട ആളാണ്. ആ ഒരു വർഷം, ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഞാനും ചേട്ടനും തമ്മിൽ. അപ്പോൾ 8ാം ക്ലാസ് എന്ന് വെച്ചാൽ ചെറിയ പ്രായം, ചേട്ടൻ 10ാം ക്ലാസ് ചെറിയ പ്രായം. സാധാരണ പണ്ടത്തെ പ്രേമമൊക്കെ അറിയാലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ധൈര്യമൊന്നും അന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഇല്ല. നേരിട്ട് സംസാരിക്കാനും അതല്ലെങ്കിൽ ഫോണൊന്നും ഇല്ലെന്ന്. അന്ന് ഫോണുണ്ട്, പക്ഷെ എന്നാലും അധികം ഫോൺ കോളൊന്നും ഇല്ല. കൂടുതലും ഈ ലെറ്ററാണ്. അന്നൊക്കെ ഞങ്ങളുടെ ആ കാലം, ആ 90s ആ കാലം കൊണ്ട് എനിക്ക് തോന്നുന്നു ലെറ്ററിൻ്റെ ഒക്കെ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം ലെറ്ററൊന്നും ഇല്ലല്ലോ. അന്ന് ലെറ്റർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ലെറ്ററാണ് എഴുതിയേക്കുന്നത്. എന്നിട്ട് കൊണ്ടു കൊടുക്കൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരിയുണ്ട്, അവൾ കൊണ്ട് കൊടുക്കും. ചേട്ടൻ എഴുതണത് ചേട്ടൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ കൊണ്ടുവന്ന് തരും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്ന് അറിയില്ല. ഞങ്ങൾ ആ ഒരു വർഷം പ്രേമിച്ചെന്ന് പറയാം. പ്രേമിച്ചത് ഞങ്ങൾ നേരിട്ട് തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ ഒരു വർഷം. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ല ആ ഒരു വർഷം. ഇപ്പോഴത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ കാണുന്നു, ഇഷ്ടമെന്ന് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നു, പിന്നെ പിറ്റേ ദിവസം തന്നെ പിള്ളേർ കറങ്ങാൻ പോകുന്നു, ഫുൾ വൈബ്. ആ ഒരു മൈൻഡ് അല്ലേ എല്ലാവർക്കും. ഫോൺ ചെയ്യുന്നു, എല്ലായിടത്തും പോകുന്നു, ആരെയും പേടിയില്ല. അന്ന് അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും പേടിയാണ്. ടീച്ചർമാരെ പേടി, കൂട്ടുകാർ പാര വെക്കുമോ എന്നുള്ള പേടി, പിന്നെ നാട്ടുകാരെ പേടി, എല്ലാം കൊണ്ട് നമുക്ക് പേടിയാണ്. പ്രേമം എന്ന് പറയുന്നതേ പേടിയുള്ള പരിപാടിയാണല്ലോ. എന്നെക്കൊണ്ട് ചേട്ടനോട് മിണ്ടിപ്പിക്കാൻ എൻ്റെ ഫ്രണ്ട്സും ശ്രമിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്നോട് മിണ്ടാൻ ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും ഞങ്ങൾ അങ്ങനെ മിണ്ടത്തില്ല. എനിക്ക് പേടിയായിരുന്നു കേസ്. ചേട്ടൻ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ തന്നെ ഞാനൊരു മൂലയിൽ പോയി ഒളിച്ചു നിൽക്കും. അതായിരുന്നു എൻ്റെ സ്വഭാവം. ഞങ്ങൾ മിണ്ടിയിട്ടില്ല, ഒരു വർഷം ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഫോൺ ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രാവശ്യമൊക്കെ മാത്രം ഫോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും ലെറ്റർ മാത്രമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ചേട്ടൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞങ്ങളുടെ ആ ഒരു പ്രേമം എന്ന് പറയുന്നത് അത് അവിടെ പോയി. അതായത് ഇന്നത്തെ കാലത്തെ പോലെ ഒന്നും അല്ല, കോണ്ടാക്ട് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ പോയി. അന്ന് ചെറിയ പ്രായമല്ലേ, അത് നമ്മൾ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രേമമൊന്നും അല്ല. ജസ്റ്റ് ഫോർ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇത് മാത്രം, അല്ലാണ്ട് ഭയങ്കര സീരിയസ് ഒരു ഇതൊന്നും അല്ല. പിന്നെ ഞാൻ 9ാം ക്ലാസ് പഠിച്ചു, 10ാം ക്ലാസ്, +1, +2 എല്ലാം കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് വീണ്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും വീണ്ടും പ്രേമത്തിലാവുന്നതും. പണ്ട് കുഞ്ഞുപ്രായത്തിൽ പ്രേമിച്ച പോലത്തെ പ്രേമം അല്ലായിരുന്നു അത്. ഡിഗ്രി പിന്നെ നമ്മൾ കുറച്ചുകൂടി വലുതായി. പിന്നെ ഡിഗ്രിയിലൊക്കെ വെച്ച് ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതങ്ങ് കയറി സീരിയസ് ആയി. സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്ഥിക്ക് പിടിച്ച പ്രേമം എന്നൊക്കെ പറയില്ലേ, ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത അതുപോലത്തെ പ്രേമമായി കേസ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ച് കഴിയാറായി. സെക്കൻഡ് ഇയർ കഴിയാറായി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബൈ ദ വൈ, ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ചേച്ചി? ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾ ഇതുപോലെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് എല്ലാവരെയും ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടമാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ലോണം പഠിക്കുക, നല്ല ജോലി നേടുക, സ്വന്തം കാലയിൽ നിൽക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം. അതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛനും അമ്മയോടും എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു കാലം, ഈ 7 കൊല്ലം മുമ്പുള്ള സമയമല്ല. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 7 കൊല്ലം. ഈ 7 കൊല്ലത്തിനുള്ളിൽ എന്തോരം മാറ്റമാണ് ഈ സമൂഹത്തിന് ഉണ്ടായിക്കണമെന്ന് അറിയാമോ? എന്തോരം മാറ്റങ്ങൾ.
ഇപ്പൊ ഈ പറയണ വേറെ വേറെ ജാതി കെട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്. ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യനും, ഹിന്ദു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പൊ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ കുറച്ച് അധികം പ്രശ്നമായിരുന്നു കേസ് ആ സമയത്ത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാരെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ കാര്യങ്ങളാണ്. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. വേറെ ഒന്നുമല്ല, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളും മുസ്ലിം തന്നെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടെന്ന് പറഞ്ഞാൽ അത്രയും നല്ല കൂട്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ കൂടെ സ്കൂളിലോ കോളേജിലോ പഠിച്ച ഫ്രണ്ടല്ല, പക്ഷെ അല്ലാണ്ട് തന്നെ ഞങ്ങൾ കട്ട ഫ്രണ്ടായ ഒരുത്തിയാണ് കേട്ടോ. അപ്പം അവൾക്കൊരു ഹിന്ദു പയ്യനുമായിട്ട് അവൾ ഇഷ്ടമായിരുന്നു. അവളുടെ വീട്ടിൽ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ വീട്ടിൽ നടന്നതിനേക്കാളും ഇരട്ടി ബഹളമായിരുന്നു അവളുടെ വീട്ടിൽ. എന്നിട്ട് അവസാനം അവളുടെ വാപ്പാനെയും ഉമ്മാനെയൊക്കെ ഓർത്ത്, കാരണം അവളുടെ വാപ്പ അത്രയും സീനായിരുന്നു ഗെയ്സ്. അറിയാലോ, ഇങ്ങനെ ഒരു വേറെ വേറെ ജാതിയാണെന്ന് അറിയുമ്പോൾ തന്നെ സീനായിരിക്കും. അവസാനം അവർ പറഞ്ഞ ഒരു ആളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. അയാളെ വിവാഹം കഴിച്ചു. അയാളാണെങ്കിൽ അത്യാവശ്യം നല്ല റിച്ചാണ്, കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും അതൊക്കെയാണല്ലോ നോക്കുന്നത്. റിച്ചും കാര്യങ്ങളൊക്കെയാണ്. അവൾക്കൊരു കുഞ്ഞുണ്ടായി, അവർ ഇങ്ങനെ ജീവിച്ചു പോന്നു. പക്ഷെ അവൾ ആ പണ്ടത്തെ കാര്യമൊക്കെ അവൾ മറന്നേ പോയി കേട്ടോ. വേറൊരു ഫാമിലിയായി അവളുടെ ഭർത്താവിനെ സ്നേഹിച്ച് കുഞ്ഞിനെ സ്നേഹിച്ച് അവൾ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. പഴയ പ്രേമമൊക്കെ മറന്ന് അവൾ അതുമായിട്ട് ഒരു ഇതൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ബിഹേവിയറിലും സ്വഭാവത്തിലൊക്കെ നല്ല ചേഞ്ച്. അപ്പം ഇവക്ക് എന്താ കാര്യമെന്ന് അറിയാൻ മേല. പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു. അതായത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം, എല്ലാം എടുത്തെറിയുന്നു, പൊട്ടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവളോട് കരഞ്ഞ് സോറി പറഞ്ഞ് അത്രയും കാല് പിടിച്ച് കരഞ്ഞു. അത് കാണുമ്പോൾ ഇവളെ ചെയ്തു പോയതല്ലേ, അറിയാണ്ട് ചെയ്തു പോയതല്ലേ എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ ഇതുപോലെ തന്നെ ഇത് തന്നെ നടക്കുന്നു. ബഹളം വെക്കുന്നു, സ്നേഹിക്കുന്നു, ബഹളം വെക്കും. ഇവക്ക് അവസാനം പ്രാന്ത് പിടിച്ചു. അവൾ എന്നോട് ഓരോ സ്റ്റോറി പറയുമ്പോൾ ഞാൻ തന്നെ വായും പൊളിച്ചിരിക്കുമായിരുന്നു. അവസാനമാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. പുള്ളിക്കാരൻ MDMA ആയിരുന്നു ഗൈസ്. അതായത് നല്ല ഒന്നാന്തരം കഞ്ചാവിനേക്കാളും വലുതാണല്ലോ ഈ MDMA എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിയില്ല. അത് ഇവള് കണ്ടുപിടിച്ച് ഇവളുടെ വീട്ടുകാരോടും ഇവളുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഇവളിത് ക്ഷമിച്ച് പോകുമായിരുന്നു. പിന്നെയും ഇയാൾ ഇതിന് അഡിക്റ്റ് ആണ്, ഇയാൾക്ക് ഇത് പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ അവളിത് വേണ്ടെന്ന് വെച്ചിട്ട് അവൾ ആ ബന്ധം ഡിവോഴ്സ് ചെയ്തു. ലീഗലി എല്ലാം നിർത്തി അവൾ ഡിവോഴ്സ് ചെയ്തു. അവളുടെ കുഞ്ഞിനെ അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവളൊരു നല്ല ജോലിക്ക് പോകാൻ തുടങ്ങി. അവൾ നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി. അവളിപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയായി. അവൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഉള്ളത് അതിനേക്കാളും നല്ല രീതി അടിപൊളിയായിട്ടാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞു. ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായി കേട്ടോ. അവൾക്കൊരു കൂട്ട് വേണ്ടേ, ഒരു പാർട്ട്ണർ വേണ്ടേ നമുക്ക് ജീവിതത്തിൽ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഒരു ഹിന്ദു ഒരു പയ്യനുമായിട്ട് അവൾക്ക് ഇഷ്ടമാണ്, രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണ്. അത് അവളുടെ വീട്ടിൽ പറഞ്ഞു. അവളുടെ വീട്ടിൽ സമ്മതിക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജാതി തന്നെ വിവാഹം കഴിക്കണം. അത് കഞ്ചാവാണെങ്കിലും MDMA ആണെങ്കിലും എന്ത് ചീത്ത സ്വഭാവമുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. സ്വന്തം ജാതി നിങ്ങൾ ജാതി എല്ലാവരും ഞങ്ങളുടെ മുസ്ലിം എന്നുള്ള രീതിയല്ല കേട്ടോ പറയുന്നത്. എല്ലാവർക്കും ഇപ്പം അങ്ങനെയല്ലേ, സ്വന്തം ജാതി ആ ഒരു ഇത് എല്ലാവർക്കും. പക്ഷെ നമ്മുടെ മക്കളുടെ സന്തോഷത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലാവരും ഈ ഒളിച്ചോടി പോകുന്നതും മനസ്സിലായില്ലേ, എല്ലാവരും ഈ വീട്ടുകാർ പറയാണ്ട് ഒളിച്ചോടി പോകുന്നതും അങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ എന്താ കാര്യമെന്ന് അറിയാവാ. ഈ വീട്ടിൽ ഈ പ്രേമം പിടിക്കുമ്പോൾ തന്നെ എല്ലാവരും സമ്മതിക്കലെന്ന് പറഞ്ഞ ബഹളോ ഇടി യുദ്ധവും വേണ്ട. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഓക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ പഠിക്കട്ടെ. അവർ പഠിക്കുകയും ഓരോ കാര്യങ്ങളും ചെയ്ത് അവരുടെ ഇതിലെ പോട്ടെ. അച്ഛനും അമ്മക്കും പിള്ളേരെ നിയന്ത്രിക്കുന്നതിലും പിള്ളേരുടെ പുറകെ നടക്കുന്നതിലും ഇന്നത്തെ കാലത്ത് പിള്ളേർ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് നമുക്കറിയാം. എന്നാലും പിള്ളേരുടെ പുറകെ ഇങ്ങനെ 24 മണിക്കൂറും അച്ഛനും അമ്മക്കും നടക്കാൻ പറ്റില്ല. മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. എന്നിട്ടും അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന പിള്ളേരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ മാന്യമായ രീതിയിൽ നമ്മൾ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷെ അപ്പൊ അതായത് ഒരു കാര്യം മാത്രം പറയുക, നീ നിന്റെ സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു നല്ല ജോലിയൊക്കെ ആയിട്ട് മാത്രം വിവാഹം കഴിക്കുക. നിനക്ക് ആരെ ഇഷ്ടമാണോ വിവാഹം കഴിച്ചു. അങ്ങനെ ആവേണ്ട സമയമായില്ലേ? എല്ലാവരും അങ്ങനെ ചിന്തിക്കേണ്ട സമയമായില്ലേ? അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞത്, ഇപ്പൊ അവളൊരു ഹിന്ദു പയ്യനായിട്ടും നല്ല പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നേരിട്ട് അറിയില്ല, എന്നാലും ഞാൻ പറയണം, അവള് പറഞ്ഞത് വെച്ച് അവൾക്ക് ഓൾറെഡി ഒരു അനുഭവം ഉണ്ടല്ലോ. ആ ഭർത്താവിനെ വെച്ചിട്ട് ഇപ്പോഴത്തെ ആളെ നോക്കുമ്പോൾ പൊന്നാണ്, മുത്താണെന്നാണ് അവൾ പറയുന്നത്. എടി എന്ത് പാവാണ് അവൾ, അത്രയും കെയർ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും അത്രയും നല്ലൊരു മനുഷ്യനാണ്. എന്നിട്ട് അവളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇപ്പൊ രണ്ടാമതൊരു വിവാഹം കഴിച്ചാലും അവരുടെ ജാതി തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവള് പറയാണ് ഇനിയെങ്കിലും ഞാനൊന്ന് ജീവിക്കട്ടെ, ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അടുത്തത് ചേട്ടൻ്റെ ജോലി എന്താന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ചേട്ടൻ ചെയ്യാത്ത പണികളൊന്നുമില്ല ഗൈസ്, ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പാവം ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ കുറേ ജോലിക്ക് പോയി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ അവസാനം പോയത് കാക്കനാട് ഒരു എന്താ പറയുക കൊയർ ഫാക്ടറി, തടുക്കില്ലേ നമ്മുടെ തടുക്ക്, അതിൻ്റെ ഫാക്ടറിയിലാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ നല്ല രീതിക്ക് അലർജി ഉണ്ടായിരുന്നു, അത് പണ്ടോട്ടേ ഉള്ളതാണ്, അലർജി ഉണ്ട്, പിന്നെ ചെറിയ രീതിയിൽ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതങ്ങ് കൂടി, അലർജി ഭയങ്കരമായി കൂടി. തുമ്മലെന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്ക് വെളുപ്പിനെ തുമ്മാൻ തുടങ്ങിയ തുമ്മലായിരിക്കും കേട്ടോ, അങ്ങനത്തെ കണ്ടീഷനായി പോയി. അങ്ങനെ ആ തടുക്കിൻ്റെ അവിടെ ഫാക്ടറി അല്ലേ, പൊടിയല്ലേ നിറച്ച്, അങ്ങനെ ആ ജോലി നിർത്തിയതാണ്. അല്ല, ആ ജോലി നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പോൾ എൻ്റെ ഇടയിൽ കൂടി യൂട്യൂബ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ചെയ്ത് നമ്മളൊന്ന് റീച്ചായി ക്ലിക്കായി എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ചേട്ടനോട് പറഞ്ഞാണ് നിർത്തിക്കോന്ന്. കാരണം ആളുണ്ടെങ്കിലല്ലേ പണിയെടുക്കാൻ പോകാൻ പറ്റുള്ളൂ. ചേട്ടൻ അത്രയും അലർജിയും കാര്യങ്ങളും ആയി പറ്റാണ്ടായി. മാസ്ക് വെച്ച് ചെയ്താൽ പോലും മാസ്ക് ഊരിക്കഴിഞ്ഞാൽ മൊത്തം കറുത്തിരിക്കുന്ന അവസ്ഥ. അലർജി ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും, അത്രയും ബുദ്ധിമുട്ടാണ് പൊടി എന്ന് പറഞ്ഞാൽ. നമ്മുടെ വീട്ടിലെ പൊടി തന്നെ ചേട്ടന് പറ്റത്തില്ല, ചേട്ടൻ തുമ്മിക്കൊണ്ട് നടക്കും. ഇപ്പം ഇത്രയും വലിയൊരു ഫാക്ടറിയിൽ പൊടി അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ എന്താ, എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടാനൊക്കെ തുടങ്ങി നമ്മൾ ഏകദേശം ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്കുമാണ് ചേട്ടനും കൂടി നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ ഈ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, എഡിറ്റ് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവനാണ്. ഇപ്പം എനിക്ക് നല്ല സമാധാനമുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യണ്ട, എനിക്ക് തമ്പനയിൽ ഉണ്ടാക്കണ്ട, നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യണ്ട, എല്ലാം ചേട്ടനാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നല്ലൊരു കണ്ടന്റ് ഉണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് നല്ല വീഡിയോസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, നല്ല ഷോർട്ട് വീഡിയോസ്, ലോങ് വീഡിയോ എല്ലാം നമുക്ക് നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നമ്മുടെ യൂട്യൂബ്. കുറേ പേര് ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോയുടെ അടിയിൽ പണിയൊന്നുമില്ലേ, വിലയും കൂലിയില്ലെന്ന് പറയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇതിൽ നിന്ന് നല്ല പൈസ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഒരു ജോലിക്ക് പോയി പാതിരാത്രി വീട്ടിൽ കയറി വന്ന് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല, കൊച്ചിനോട് സംസാരിക്കാൻ സമയമില്ല, വീട്ടിലത്തെ കാര്യം നോക്കാനും സമയമില്ല. അങ്ങനെയായിരുന്നു സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആ രീതിയിലാണ്. അതിൽ നിന്നൊക്കെ ഇപ്പം നല്ലൊരു ലൈഫ് നമുക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ്, നമുക്ക് നല്ലൊരു ലൈഫുണ്ട് നമുക്കിപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. എല്ലാ ദിവസവും കണ്ടന്റ് ചിന്തിക്കണം, എങ്ങനത്തെ വീഡിയോ എടുക്കണം, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, എല്ലാം കഷ്ടപ്പാടുള്ള പണിയാണ്. ആരെങ്കിലും ഇനി ഇത് കുറേ പേരൊന്നും ഇതൊരു പണിയായിട്ട് പോലും കൂട്ടിയിട്ടില്ല. അയ്യോ വെറുതെ യൂട്യൂബും ചെയ്തുകൊണ്ട് നടക്കുക, ജോലിയും കൂലിയൊന്നും ഇല്ല. എൻ്റെ പൊന്നി, ഇതൊരു വലിയ ജോലി തന്നെയാണ്, നല്ല കഷ്ടപ്പാടും കുറേ സമയം വേണ്ട ഒരു ജോലി തന്നെയാണിത്. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ എത്ര രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യമായിട്ട് കിട്ടിയത് എത്ര രൂപയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇത്രയാണ് നമുക്ക് ആദ്യം കിട്ടിയെങ്കിൽ ഇപ്പൊ ഇത് ഇത്രയുമായിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പേടി കാരണമാണ് ഞാൻ തുറന്നു പറയാത്തത്. കാരണം കുറെ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടു, നമ്മുടെ യൂട്യൂബിന്റെ എന്തോ പോളിസി ആണെന്ന് തോന്നുന്നു, നമുക്ക് എത്ര രൂപയാണ് കിട്ടണമെന്ന് തുറന്നു പറയാൻ പാടില്ല എന്ന് അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ വേറൊരു കോമഡി ഉണ്ട്, നമുക്ക് ഇപ്പൊ നമ്മൾ പറയാണ് എനിക്ക് ഇത്ര രൂപയാണ് ഈ മാസം കിട്ടിയെന്ന്, കുറച്ച് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറയാം പിറ്റേ മാസം അത്ര രൂപ കിട്ടൂല, നേരെ താന്നു പോകും. അത് സത്യമുള്ള കാര്യം. ഓരോ മാസവും നമുക്ക് ഓരോ പൈസയാണ് കിട്ടണത്. ഈ മാസം ഇത്ര കിട്ടിയാൽ അടുത്ത മാസം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഫിക്സ്ഡ് സാലറി അല്ല യൂട്യൂബിൽ നിന്ന്. നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ വീഡിയോസ് നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യർ കാണുന്നത് കൊണ്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അതുള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ, ഇടി നിനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ല, എൻ്റെ ഫ്രണ്ട്സ് എന്ന് തന്നെയല്ല വേറെ പലരും യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കണത് എത്ര രൂപ കിട്ടും. 1000 സബ്സ്ക്രൈബറും ആയിട്ടില്ല, 4000 വാച്ച് അവറും ആയിട്ടില്ല, ഒരു ഉണ്ടയോ ആയിട്ടില്ല, ഒരു വീഡിയോയൊക്കെ 100 പേരെ 200 പേരെ കണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് വരെ എന്നോട് എത്ര രൂപ കിട്ടും എന്ന് ചോദിക്കും. എത്ര നാൾ കഴിഞ്ഞാണ് 10 പൈസ കിട്ടാൻ തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു എത്ര നാൾ കഴിഞ്ഞ് കാണും, ഒരു 2-3 വർഷം കഴിഞ്ഞ് കാണുക, കുറേ നാൾ കഴിഞ്ഞ് കേസ് എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ചേട്ടനും എൻ്റെ അനിയനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതൊന്നും ആർക്കും അറിയേണ്ട, അത് ആരും ചോദിക്കില്ല, പറയില്ല. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും എത്ര കിട്ടും എല്ലാവരും അത് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം. നിങ്ങൾ ആരെങ്കിലും ഇനി എന്നെ കാണുമ്പോൾ നല്ല കഷ്ടപ്പാടുള്ള പണിയാണല്ലേ ഡി, അങ്ങനെ ഒന്ന് ആരെങ്കിലും ചോദിക്കണം, എന്നാലേ എൻ്റെ മനസ്സിനൊരു സമാധാനമുള്ളൂ. എനിക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടാതിരുന്ന സമയത്ത് എനിക്ക് 10,000, 20,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരുണ്ട്. പിന്നെ എനിക്കൊരു 10,000, 20,000 കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 50,000, 60,000 കിട്ടും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവര് വേറെ ആൾക്കാരെ കാണുമ്പോൾ പറയാണ്, അത് നമ്മൾ അറിയുമല്ലോ, അവൾക്ക് 19,000 രൂപ ഉണ്ട്, 60,000 രൂപ ഉണ്ട്, 70,000 രൂപ ഉണ്ടെന്നൊക്കെ.
എന്ന് പറഞ്ഞ് ഞാൻ അറിയുമ്പോൾ ഞാനും ചേട്ടനും കൂടി വായും പൊളിച്ച് നിൽക്കേ. എപ്പോഴാ 50,000 കിട്ടിയത്, എപ്പോഴാ 60,000 കിട്ടിയത്, നമുക്ക് അതിന്റെ പകുതി പോലും ഇല്ല. എന്നിട്ട് എല്ലാരും ഒന്നാതെ അവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അല്ല ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ മേലാത്തോണ്ടാണ് അവരങ്ങനെ പറയണമെന്ന് ഓക്കെ. പക്ഷെ അവരങ്ങോട്ട് ഉറപ്പിച്ചറിയുക അവർക്ക് അത്രയും കിട്ടറുണ്ട്, ഉറപ്പാണ് അത്ര കിട്ടറുണ്ടെന്ന്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം. നമുക്ക് അത്രയും കിട്ടറുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ല. അവർക്ക് മനസ്സിലായി കേട്ടോ, നമുക്ക് ഇത്രയും കിട്ടറുണ്ടെന്ന് അവർക്ക് മനസ്സിലായി, അങ്ങനെ വിചാരിക്കാം. ഇത് നമുക്ക് അതിന്റെ പകുതി പോലും ഇല്ല. എന്നിട്ട് എല്ലാവരോടും അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞു കൊടുത്തേക്കാണ് അവർക്ക് ഇത്രയും കിട്ടറുണ്ട്, ഉറപ്പാണെന്ന്. അങ്ങനെ പറയരുത്, അങ്ങനെ നിങ്ങൾ പറയരുത്. പക്ഷേ ആ പറഞ്ഞവരോടൊക്കെ എനിക്കിപ്പം നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം അവർ പറഞ്ഞ പോലെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഡിപ്പെൻസ്. ഓരോ മാസവും ഏറെയും കുറഞ്ഞും മറ്റേ ത്രാസ് പോലെയാണ്, ഇതിനൊരു ഉറപ്പൊന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഈ യൂട്യൂബും തന്നെ വെച്ചോണ്ടിരിക്കും എന്നൊന്നും ഇല്ല കേട്ടോ. നല്ല ജോലി കിട്ടുവാണെങ്കിൽ, അതായത് എന്താ പറയാ, കുറച്ച് മനസ്സിൽ കുറെ പ്ലാനൊക്കെ ഉണ്ട്, അതൊക്കെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നിങ്ങളോട് പറയാം. പിന്നെ ഒരു കാര്യം, ചേച്ചി നിങ്ങൾ വീട്ടിൽ പോകാറുണ്ടോ, എൻ്റെ വീട്ടിൽ പോകാറുണ്ടോ എന്ന് എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പോകത്തില്ലേ, എന്നെ കയറ്റത്തില്ലേ? ഞങ്ങളിങ്ങനെ കല്യാണം കഴിച്ചതുകൊണ്ട് എന്നെ കയറ്റത്തില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? നോ, നെവർ. എത്രയൊക്കെ വന്നാലും നമ്മുടെ വാപ്പായും ഉമ്മായും അല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മുടേതാണ്, നമ്മൾ അവരുടെ മക്കളുമാണ്. ജീവിത അവസാനം വരെ അങ്ങനെ ആയിരിക്കും. I am getting emotional guys. ഞാൻ കരയൂല എന്ന് പറഞ്ഞാൽ കരയൂല. ഇപ്പൊ ഇതാണ് കരഞ്ഞ എൻ്റെ സൗണ്ട് പോകും. അതാണ് ഞാൻ കരയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഉമ്മിനെയും വാപ്പിനെയും ആര് കണ്ടാലും മകളെ കേറ്റാറില്ലേ, മകള് വരാറുണ്ടാ ഇതാണ് ചോദിക്കണത്. നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ചെല്ലാറുണ്ടാന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരാനാണോ, അതോ നിങ്ങൾ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും കൊടുക്കാനാണോ? അല്ലല്ലോ. കൺട്രോൾ യുവർ സെൽഫ്. അവർക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ തന്നെ നോക്കണം, എനിക്ക് എന്തെങ്കിലും വന്നാൽ അവരും ഓടി വരും. അതങ്ങനെയാണ്. അത് മറ്റുള്ളവര് മകള് വരാറുണ്ടാ, മകളെ കയറ്റാറുണ്ടാ, പിന്നെ എന്നെ അല്ലാണ്ട് നിങ്ങളാണ് അവിടെ കയറ്റേണ്ടത്. എന്ത് ചോദ്യം! ഏതാണ്ട് രാജ്യദ്രോഹം. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യം ഞാൻ പാകിസ്ഥാന് വേണ്ടി ചോർത്തി കൊടുത്തിട്ട് എന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയ പോലെയാണ് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ. ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു, ഞങ്ങൾ മര്യാദക്ക് ജീവിക്കുന്നു. അതെൻ്റെ ഉമ്മിക്കും വാപ്പിക്കും നല്ലോണം അറിയാം. നാട്ടുകാർക്ക് എന്തിൻ്റെ? അത്രമാത്രമേ എനിക്ക് നാട്ടുകാരോട് ചോദിക്കാനുള്ളൂ. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, മനസ്സിലായില്ലേ? ഞാൻ വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങൾ എപ്പോൾ തോന്നിയാലും ഞങ്ങൾ ഓടി വീട്ടിലോട്ട് പോകാറുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നാട്ടുകാർ ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഓക്കെ. അപ്പൊ ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇനി ഇമോഷണലായിട്ട് പോകും. ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു Q&A ഇത്രയേ ഉള്ളൂ. കുഞ്ഞപ്പനും അച്ഛനും പുറത്തു പോയിട്ട് വന്നിട്ട് അവൻ ഭയങ്കര ടയേർഡാണ്, അവൻ അപ്പുറത്താണ്. കുഞ്ഞപ്പനെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതിന് സോ സോറി. അടുത്ത വീഡിയോയിൽ കുഞ്ഞപ്പനെയും കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ Q&A ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ബൂം.